السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. കാലത്തിൻ്റെ ഒഴുക്കിൽ മനുഷ്യ ചരിത്രം അനവധി മഹാന്മാരെ കണ്ടിട്ടുണ്ട്. ചിലർ തലമുറകൾ കടന്നുപോയാലും മറഞ്ഞുപോകുന്നു. എന്നാൽ ചിലരുടെ ഓർമ്മകൾ, ആശയങ്ങൾ, സംഭാവനകൾ എന്നും തലമുറകളിൽ പ്രകാശിച്ച് കൊണ്ടേയിരിക്കുന്നു. അത്തരത്തിലുള്ളവർ ഒരാളാണ് കേരള മുസ്ലിം സമൂഹത്തിൻ്റെ അഭിമാനമായ എം.എ. അബ്ദുൽ ഖാദിർ മുസ്ലിയാർ. പൊതുവെ നൂറുൽ ഉലമ എന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്ന മഹാനായകൻ. അദ്ദേഹം ഒരാൾ മാത്രമായിരുന്നില്ല, ഒരു പ്രസ്ഥാനമായിരുന്നു. അറിവിൻ്റെയും ആത്മീയതയുടെയും പ്രതീകമായിരുന്നു. തലമുറകൾക്ക് പുതുമ നൽകി കൊണ്ടിരിക്കുന്ന ഒരിക്കലും വായിച്ചു തീരാത്ത മഹാനായിരുന്നു. അബ്ദുൽ ഖാദിർ മുസ്ലിയാർ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ജനിച്ചു. ബാല്യത്തിൽ തന്നെ മതബോധം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞിരുന്നു. ഖുർആൻ പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹം അറിവിന്റെ വിശാല ലോകത്തിലേക്ക് കടന്നുപോകുന്നത്. പ്രമുഖ പണ്ഡിതന്മാരുടെ കീഴിൽ അദ്ദേഹം അറബി സാഹിത്യം, ഫിഖ്ഹ്, തഫ്സീർ, ഹദീസ്, മന്തിഖ്, ഉസൂല്, ഉറുദു തുടങ്ങിയ നിരവധി വിഷയങ്ങൾ പഠിച്ചു. ബാല്യകാലം മുതൽ തന്നെ അദ്ദേഹത്തിന് പ്രകടമായിരുന്ന പഠനാഗ്രഹവും തീക്ഷ്ണ ബുദ്ധിയും അദ്ദേഹത്തിന്റെ സഹപാഠികളിൽ നിന്നും വേറിട്ട് നിർത്തി. അറിവിന്റെ അനന്തമായ ദാഹമാണ് പിന്നീട് അദ്ദേഹത്തെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ പ്രകാശമായി തീർത്തത്. വിദ്യാഭ്യാസ രംഗത്തെ സംഭാവനകളാണ് അദ്ദേഹത്തെ എന്നും ജീവിക്കുന്നവനാക്കി മാറ്റിയത്. അറിവ് സ്വന്തമായി സൂക്ഷിച്ചിരുന്നില്ല, മറിച്ച് അദ്ദേഹം തലമുറകളിലേക്ക് പകർന്നു. കേരളത്തിലെ പല ദർസുകളിലും മദ്രസകളിലും അദ്ദേഹം അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ ക്ലാസുകളിൽ നിന്ന് അറിവ് നേടി. ശാഖരന്മാരിൽ പലരും പിന്നീട് പ്രമുഖ പണ്ഡിതന്മാരായി, പ്രഭാഷകരായി, അധ്യാപകരായി സമൂഹത്തിൽ വലിയ സ്ഥാനങ്ങൾ നേടി. അദ്ദേഹത്തിന്റെ ക്ലാസുകൾ വെറും പാഠം മാത്രമായിരുന്നില്ല, അത് അറിവിന്റെയും ആത്മീയതയുടെയും ചൂടും നിറഞ്ഞ അനുഭവമായിരുന്നു. വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ നല്ല മൂല്യങ്ങൾ വളർത്താൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. നൂറുൽ ഉലമയുടെ പ്രഭാഷണങ്ങൾ കേട്ടവർക്ക് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ അലങ്കാര വാക്കുകളുടെ കൂട്ടം മാത്രമായിരുന്നില്ല, മറിച്ച് ഖുർആനും ഹദീസും അടിസ്ഥാനമാക്കിയുള്ള ജീവിതത്തിന്റെ മാർഗരേഖകളായിരുന്നു. സമൂഹത്തിലെ അനീതികൾക്കെതിരെ അദ്ദേഹം ശക്തമായി ശബ്ദമുയർത്തി. മതത്തിന്റെ പേരിൽ നടക്കുന്ന തെറ്റായ പ്രവണതകളെ തുറന്നുകാട്ടി. മതസഹിഷ്ണുതയും സൗഹൃദവും ഐക്യവും നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം നിരന്തരം ഓർമ്മിപ്പിച്ചു. സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളെ തന്റെ ഹൃദയത്തിലെ വേദനയായി അനുഭവിച്ച അദ്ദേഹം പ്രസംഗങ്ങളിലൂടെ ജനങ്ങളെ ഉണർത്തുകയും സമൂഹത്തിന്റെ പുതുവഴിയിലേക്ക് നയിക്കുകയും ചെയ്തു. എഴുത്തുകാരനായും അദ്ദേഹം പ്രശസ്തനായിരുന്നു. ഖുർആൻ വ്യാഖ്യാനങ്ങൾ, ഹദീസ് പഠനങ്ങൾ, ഫിഖ്ഹ് ഗവേഷണങ്ങൾ, സാഹിത്യരചനകൾ തുടങ്ങി നിരവധി മേഖലകളിൽ അദ്ദേഹം സംഭാവനകൾ നൽകി. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ഇന്നും മദ്രസകളിലും ദർസുകളിലും പഠിക്കപ്പെടുന്നു. ഓരോ തലമുറയും അദ്ദേഹത്തിന്റെ രചനകളിൽ നിന്ന് പുതുതായി എന്തെങ്കിലും കണ്ടെത്തുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരിക്കലും വായിച്ചു തീരാത്ത പുസ്തകമാണ്. ഒരു കവിത വായിച്ചു തീർക്കാമെങ്കിലും, ഒരു ശാസ്ത്രജ്ഞന്റെ ഗവേഷണം പഠിച്ചു തീർക്കാമെങ്കിലും, നൂറുൽ ഉലമയുടെ ചിന്തകളിലും ഗ്രന്ഥങ്ങളും തലമുറകൾ മുഴുവൻ വായിച്ചിട്ടും തീരാത്ത സമുദ്രം പോലെയാണ്. പണ്ഡിതനായിരുന്നതിനു പുറമെ അദ്ദേഹം കരുണയുടെയും പ്രതീകമായിരുന്നു. ദരിദ്രർക്കു സഹായഹസ്തം നീട്ടിയിരുന്ന അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകി പഠനം തുടരാനുള്ള കരുത്തു നൽകി. രോഗികൾക്കും അനാഥർക്കും ആശ്വാസമായിരുന്നു അദ്ദേഹം. സമൂഹത്തിന്റെ കഷ്ടപ്പാടുകൾ തന്റെ ജീവിതത്തിൽ പങ്കുവച്ചിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിതം സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിയിരുന്നില്ല, മറിച്ച് സാഹചര്യങ്ങളെ തന്നെ മാറ്റിമറക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. നൂറുൽ ഉലമയെ ഒരൊറ്റ തലമുറക്ക് പോലും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം ഗുരുവായിരുന്നു, സമൂഹത്തിന് അദ്ദേഹം നേതാവായിരുന്നു, സുഹൃത്തുക്കൾക്ക് വിശ്വസ്തത കൂട്ടുകാരനായിരുന്നു, അനാഥർക്കും ദരിദ്രർക്കും ആശ്വാസമായിരുന്നു.
ഒരേ വ്യക്തിയിൽ ഇത്രയും വൈവിധ്യങ്ങളുള്ള മഹാന്മാരെ ചരിത്രം അപൂർവമായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തലമുറകൾ മാറിയാലും അദ്ദേഹത്തിൻ്റെ പേര് പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. കേരള മുസ്ലിം സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ എം എ അബ്ദുൽ ഖാദിർ മുസ്ലിയാരിൻ്റെ പേര് എന്നും സ്വർണത്തിൽ പതിഞ്ഞു കിടക്കും. അറിവിൻ്റെയും ആത്മീയതയുടെയും സമന്വയം അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. തൻ്റെ ജീവിതം മുഴുവൻ മനുഷ്യർക്ക് വേണ്ടി സമർപ്പിച്ചു. ഒരു പുസ്തകത്തെ പോലെ അദ്ദേഹത്തിൻ്റെ തലമുറകൾ വായിച്ചു കൊണ്ടേയിരിക്കും. ഒരിക്കലും മുഴുവനായും വായിച്ചു തീർക്കാൻ കഴിയാത്ത പുസ്തകമാണ് നൂറുൽ ഉലമ. അതിനാൽ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഒരേ ഒരു വാക്യം മതിയാകും, എം എ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ. ഇനിയും വായിച്ചു തീരാത്ത പുസ്തകം. ഇത്രയും പറഞ്ഞു ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.